ആ പെറ്റീഷൻ ഇതുപോലെ അവിടെ ചെന്നപ്പോൾ എടുത്ത വഴി തള്ളിക്കളഞ്ഞു. കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെന്നല്ല, ഒരു മുൻസിപ്പിനെ ചാർജ് ഷീറ്റ് ചെയ്യണമെങ്കിലും ആരോപണങ്ങൾ സ്പഷ്ടമായിരിക്കണം, വ്യക്തമായിരിക്കണം. അല്ലാതെ ഇയാൾക്കെതിരായിട്ട് 4 ജഡ്ജിമാർ ജോലി സമയത്ത് പത്രസമ്മേളനം നടത്തി അതുകൊണ്ട് ഇയാളെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. അത് തള്ളിപ്പോയി. പിന്നീട് അതേ മാതൃകയിൽ ഇപ്പോൾ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കർക്കെതിരായിട്ട് കൊടുത്തു, അത് പിന്നെ വോട്ടിട്ട് തള്ളിയതാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ളത് വോട്ടിടുക പോലും ചെയ്യാതെ ഈ ജ്ഞാനേഷ് കുമാറിനെതിരായിട്ട് തള്ളിക്കളഞ്ഞു. എന്നാൽ ഒരു പ്രാവശ്യം തള്ളി എന്ന് വെച്ച് ഇവർക്ക് വല്ല ജാള്യവും ഉണ്ടോ? അതുമില്ല. ഇനി പുതിയ ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നോട്ടീസ് വീണ്ടും ഇവർ ലോക്സഭയിൽ കൊടുക്കും, രാജ്യസഭയിൽ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനേഷ് കുമാറിനെ കുറ്റവിചാരണ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം സഭാധ്യക്ഷൻ തീരുമാനിക്കും. അതും തള്ളിപ്പോയെന്ന് വെച്ചാലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയൊന്നുമില്ല, അത് കള. അപ്പോൾ ഞങ്ങൾ പുതിയ നോട്ടീസ് ഉണ്ടായിക്കൊണ്ടു. അങ്ങനെ ജ്ഞാനേഷ് കുമാറിനെ പിരിച്ചുവിടുന്നവരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കാലാവധി തീരുന്നവരെ നിരന്തരമായി ഏഷ്യാനെറ്റിൻ്റെ പരസ്യം പോലെ നേരോടെ നിരന്തരം നിർഭയം, അങ്ങനെ നിരന്തരമായിട്ടും നിർഭയമായിട്ടും നിർദ്ദയമായിട്ടും ഞങ്ങളിങ്ങനെ ഹർജികൾ കൊടുത്തുകൊണ്ടേയിരിക്കും.